ഓക്കെ. പ്രസന്റ് ഇടണമെന്നില്ല, ഇട്ടോ മോൻ. ഓക്കെ. അപ്പോ 8th ലെസൺ വിദുരോപദേശം അല്ലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. കഥാ സന്ദർഭം എന്താ, പദ്യത്തിന്റെ സന്ദർഭം എന്താ പറഞ്ഞേ? മക്കൾ ഭരിച്ച ദുഃഖത്താൽ അസ്വസ്ഥനായ ധൃതരാഷ്ട്രയെ വിദുരർ ആശ്വസിപ്പിക്കുന്നതാണ് സന്ദർഭം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം മക്കൾ മരിച്ച സങ്കടത്തിൽ കഴിയുന്ന അച്ഛനെ ആശ്വസിപ്പിക്കുകയാണ് അല്ലെ. ഓക്കെ. അപ്പൊ നമ്മള് 12 ലൈൻസ് കഴിഞ്ഞ ക്ലാസ് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. അവിടുന്ന് മുതലേ മിസ് ചൊല്ല വായിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെ ഷോണേ? യെസ്. അപ്പൊ നമുക്ക് പാടാം. കാലചക്രഭ്രമം പാർത്ത് കണ്ടാലൊരു കാലവും ദുഃഖിപ്പതിനില്ല കാരണം. ജീർണവസ്ത്രം കളഞ്ഞമ്പൊടു മാനുഷർ പൂർണ്ണശോഭം നവവസ്ത്രം ധരിച്ചിടും. ജീർണദേഹം കളഞ്ഞമ്പൊടു ദേഹികൾ പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. നിത്യമല്ലേതുമേ ദേഹാദികളിത് നിത്യനാകുന്നത് നിശ്ചയമീശ്വരൻ. നെക്സ്റ്റ്. ചത്തും പിറന്നും ഇരിക്കുമീ ജന്തുക്കൾ ചിത്തേ സുഖ ദുഃഖമെന്തിനതിന്നഹോ. എന്നു തുടങ്ങിയതെന്നുമറിഞ്ഞതില്ലെന്നിനി മാറുന്നതെന്നുമറിഞ്ഞില്ല. ഇവിടം വരെ നമ്മൾ പഠിച്ചു. ഓക്കെ മോനി, ക്ലിയർ ആയണല്ലോ അവിടം വരെയുള്ള ഭാഗം? ഓ, നെക്സ്റ്റ് ലൈൻസ് നമുക്ക് നോക്കാം. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലം അമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല. പോകുന്നതിന്നെവിടേക്കതോർക്ക നീ ചാകുന്ന കാര്യമില്ലെന്നു തോന്നുന്നു. ആ 4 ലൈൻസ് എടുക്കാം അല്ലെ. ഓക്കെ, വായിച്ചു നോക്കിയേ, മിസ്സിന്റെ കൂടെ വായിച്ചോ. പോകുന്നതിന്നെവിടേക്കതോർക്ക നീ ചാകുന്ന കാര്യമില്ലെന്നു തോന്നുന്നു. അതിന് മുന്നേ ഉണ്ട് അല്ലെ. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലം അമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല. കിട്ടിയോ? ഓക്കെ, കുറച്ച് ടഫ് ഉണ്ട് വരികൾ, നമുക്ക് വായിച്ചു നോക്കാം. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലം അമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല. അപ്പൊ എന്തൊക്കെയാ? മുമ്പിലിവിടേക്കെവിടെ, പറഞ്ഞു നോക്കിയേ. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലം അമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല. കിട്ടിയോ? മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലം അമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല. പോകുന്നതിന്നിവിടേക്കതോർക്ക നീ ചാകുന്ന കാര്യമില്ലെന്നോ തോന്നുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അല്ലെ. ഓക്കെ. മുമ്പില് കുറച്ച് പണിയാ. അതുകൊണ്ടല്ലേ മിസ് ഇത് അത്ര കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാല അമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല. പോകുന്നതിന്നെവിടേക്കതോർക്ക നീ, പോകുന്നതിന്ന് എവിടേക്ക് എന്ന് ഓർക്ക നീ അല്ലേ. ചാകുന്ന കാര്യമില്ലെന്നോ തോന്നുന്നു. ചാകുന്ന കാര്യമൊന്നുമില്ല, പോകുന്ന കാര്യം എവിടേക്ക് എന്ന് ഓർക്ക നീ. അതുപോലെ തൊട്ടു മുന്നേ മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലം അമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല അല്ലെ. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലം അമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല അല്ലെ. എവിടുന്നാ വന്നതെന്ന് അറിയില്ല, അതുപോലെ എവിടേക്കാ പോകുന്നു അറിയില്ല അല്ലെ. ഓർക്ക നീ ചാകുന്ന കാര്യമില്ലെന്നേ തോന്നുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? അവരൊക്കെ പറയും, ഓ ചില നഷ്ടങ്ങളൊക്കെ വരുമ്പോ നമ്മൾ എന്ത് പറയും? ഇപ്പൊ മക്കള് മരിച്ച ദുഃഖത്തിലാണെന്ന് പറഞ്ഞു അല്ലെ. അച്ഛനെ ആശ്വസിപ്പിക്കുകയാണെന്ന് പറഞ്ഞു വിദുരർ. അപ്പൊ നമ്മൾ എന്ത് പറയും? കുട്ടികളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയോ, ഞാനും ചാകും ആ കൂട്ടത്തിൽ എന്ന് പറയും അല്ലെ. പറയേ ഉള്ളൂ അല്ലെ. നമ്മള് കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് മറവി വരും. അത് എന്ത് കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. എല്ലാം മറക്കും. അച്ഛൻ അമ്മ എല്ലാവരും നഷ്ടപ്പെട്ടാലും മക്കള് നഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യും? മറവി എന്ന ഒരു അനുഗ്രഹം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ
എന്ത് ചെയ്യും? നമ്മളെല്ലാം മറക്കും. അപ്പൊ ചാകുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ വന്ന് ഒക്കെ ഉറക്ക എന്തൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആര് വിതുരര് സമാധാനിപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ വായിച്ച് ഇതുവരെ പഠിച്ചത് നല്ല വൃത്തി വായിക്കാൻ പഠിച്ചു അല്ലേ ഷോനെ? അപ്പൊ അടുത്ത ലൈൻസും കൂടെ നമുക്ക് പഠിക്കണ്ടേ? മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലമമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല, പോകുന്നതിന് എവിടേക്കതോർക്ക നീ, ചാകുന്ന കാര്യമില്ലെന്നോ തോന്നുന്നു. നിന്നുടെ മക്കളോ പണ്ടിവരോർക്ക നീ, ഇന്നീ നിനക്കവർ മക്കളായി മേവുമോ. നിന്നുടെ മക്കളോ പണ്ടിവരോർക്ക നീ, അല്ലേ? ഇന്നീ നിനക്കവർ മക്കളായി മേവുമോ. ഓക്കെ, ആ ലൈൻസ് പിന്നെയും കുഴപ്പമില്ല, വേഗം വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടുന്ന് അങ്ങോട്ടിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലം അമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല. കിട്ടിയോ? മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലം അമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല, പോകുന്നതിന്നെവിടേക്കതോർക്ക നീ, പോകുന്നതിന്ന് എവിടേക്കതോർക്ക നീ, ചാകുന്ന കാര്യമില്ലെന്നോ തോന്നുന്നു. കിട്ടിയോ? ചാകേണ്ട കാര്യമൊന്നുമില്ലാന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? പോകുന്നതിന്ന് എവിടേക്കതോർക്ക നീ, എവിടേക്കാണ് അവർ പോകുന്നത് അല്ലേ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതുവരെയുള്ള ലൈൻസ് നമുക്ക് ഒന്നുകൂടി വായിക്കാം. കാലചക്രഭ്രമം പാർത്ത് കണ്ടാലൊരു കാലവും ദുഃഖിപ്പതിനില്ല കാരണം, ജീർണവസ്ത്രം കളഞ്ഞമ്പൊടു മാനുഷർ പൂർണ്ണശോഭം നവവസ്ത്രം ധരിച്ചിടും. ജീർണദേഹം കളഞ്ഞമ്പൊടു ദേഹികൾ പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. നിത്യമല്ലേതുമേ ദേഹാദികളിത്, നിത്യനാകുന്നത് നിശ്ചയമീശ്വരൻ. ചത്തും പിറന്നും ഇരിക്കുമീ ജന്തുക്കൾ, ചിത്തേ സുഖദുഃഖമെന്തിനതിന്നഹോ. എന്നോ തുടങ്ങിയതെന്നും അറിഞ്ഞതില്ലെന്നിനി മാറുന്നതെന്നും അറിഞ്ഞില്ല. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലമമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല, പോകുന്നതിന്നെവിടേക്കതോർക്ക നീ, ചാകുന്ന കാര്യമില്ലെന്നോ തോന്നുന്നു. കിട്ടിയോ ആ 4 ലൈൻസ്? ഓക്കെ, ഒന്ന് മോൻ ചൊല്ലിയേ 4 ലൈൻസ്. പറ്റുന്ന പോലെ ചൊല്ലിയാൽ മതി, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാല അമ്പോട് ഏതുമറിഞ്ഞില്ല, അമ്പോട് വന്നതെന്നേതുമറിഞ്ഞില്ല. മുമ്പിലി ഓക്കെ, ഒന്നുകൂടി ആ ലൈൻസ് പാടിയ മോനെ. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാല അമ്പോട് വന്നതെന്നേതുമറിഞ്ഞില്ല, പോകുന്നതിന്നെവിടേക്കതോർക്ക നീ, പോകുന്നതിന്ന് എവിടേക്കതോർക്ക നീ, പോകുന്നത് ഇന്ന് എവിടേക്കാണ് പോകുന്നെന്ന് ഓർക്ക നീ. ചാകുന്ന കാര്യം ചാകുന്ന കാര്യമില്ലെന്നോ തോന്നുന്നു. ചാകുന്ന കാര്യമില്ലെന്നോ തോന്നുന്നു. കിട്ടിയാ? ഓക്കെ. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലം അമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല, പോകുന്നതിന്നെവിടേക്കതോർക്ക നീ, ചാകുന്ന കാര്യമില്ലെന്നോ തോന്നുന്നു. ഇനി നിന്നുടെ മക്കളോ പണ്ടിവരോർക്ക നീ, ഇന്നീ നിനക്കവർ മക്കളായി മേവുമോ. ആ 2 ലൈൻസ് പാടിയേ. നിന്നുടെ മക്കളോ
പണ്ടിവരോർക്ക നീ ഇന്നീ നിനക്കവർ മക്കളായി മേവുമോ. കിട്ടിയോ? നിന്നുടെ മക്കളോ പണ്ടിവരോർക്ക നീ ഇന്നീ നിനക്കവർ മക്കളായി മേവുമോ. അടുത്ത ലൈൻസ്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നുടൻ കൂടുമൊരു നേരം. ഓരോ കഥയും പറഞ്ഞു രസിച്ചവർ പാരം മഴ താൻ വെയിൽ താനിരുട്ടുതാൻ. മനസ്സിലായോ? ഓക്കെ, എന്താ പറഞ്ഞേ? നിന്നുടെ മക്കൾ പഠിച്ചു അല്ലെ? നിന്നുടെ മക്കളോ പണ്ടിവരോർക്ക നീ നിന്നീ നിനക്കവർ മക്കളായി മേവുമോ. അടുത്ത ലൈൻസ്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നുടൻ കൂടുമൊരു നേരം. എന്താ പറയുന്നേ? പാന്തർ എന്താ അർത്ഥം? വഴിപോക്കർ അല്ലെ? പാന്തറ് വഴിപോക്കർ. പെരുവഴി അമ്പലം, പെരുവഴിയില് എന്ത് വലിയ വഴിയിലൊക്കെ നടന്നു വരുന്ന ക്ഷീണിച്ചവരുണ്ടാവും അല്ലെ? വഴി അമ്പലം തന്നിലെ താന്തരായി വന്നുടൻ കൂടുമൊരു നേരം. താന്തർ ക്ഷീണിച്ചവര് അല്ലെ? അപ്പൊ ക്ഷീണിച്ചവരെല്ലാരും കൂടെ എന്ത് ചെയ്യും? പെരുവഴി അമ്പലത്തിൽ ഒത്തുകൂടുന്നത് പോലെ. അപ്പൊ പെരുവഴിയിൽ ഒരു സത്രം പോലെ ഒരു സ്ഥലം ഉണ്ടാവും അല്ലെ? അവിടെ ഒത്തുകൂടും. അവരെല്ലാവരും അവിടെ തന്നെ തങ്ങുവോ? ഇല്ല. അവരുടെ യാത്രയിൽ ക്ഷീണം വരുന്ന സമയത്ത് അവർ ഒത്തുകൂടും. എന്നിട്ട് എന്ത് ചെയ്യും? അവര് പെരുവഴി അമ്പലം തന്നെ കൂടും. എന്നിട്ടോ ഓരോ കഥയും പറഞ്ഞു രസിച്ചവർ പാരം മഴ താൻ വെയിൽ താനിരുട്ടുതാൻ. അല്ലെ? മഴ വരുന്നുണ്ടാവും, ഇരുട്ട് വരും, എല്ലാം ചെയ്യും, വെയിലുണ്ടാവും, എല്ലാം ചെയ്യും അല്ലെ? അതൊക്കെ കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? പോകും. പാന്തരെന്ത് ചെയ്യും? വഴിപോക്കരെന്ത് ചെയ്യും? ക്ഷീണിച്ച സമയത്ത് മാത്രം അവിടെ കയറിയിരിക്കും അല്ലെ? പിന്നെന്ത് ചെയ്യും? ആ ഒരു സമയം ഒത്തുകൂടും. എന്നിട്ട് അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് മഴയും ഇരുട്ടും വെയിലും ഒക്കെ കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? പോകും അല്ലെ? പിരിഞ്ഞു പോകും. അതേപോലെയാണ് എന്ത്? നമ്മൾക്ക് വേണ്ടപ്പെട്ടവര് നമ്മൾ ഒത്തുകൂടുന്ന ഒരു വീട്ടിൽ നമ്മളും അതുപോലെ യാത്രക്കില് ക്ഷീണിച്ചു വന്നിട്ട് ഒത്തുകൂടും പോലെയാണ് അല്ലെ? അവരൊന്നും പിരിഞ്ഞു പോകുന്നവരാണ്, നമ്മളുടെ കൂടെ എന്നും ഉണ്ടാവില്ല. അപ്പൊ മരിക്കുന്നതിന് മുന്നും എന്താ പറയുന്നത് ഇവിടെ? കവി എന്ത് പറയുന്നു? പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നുടൻ കൂടും ഒരു നേരം. അതുപോലെയാണ് ഏതും നമ്മുടെ മക്കളും നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് അല്ലെ? അത് ഗ്യാരണ്ടി ഒന്നുമില്ല ഈ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ ഉൾക്കൊള്ളാനുള്ള ഒരു ത്രാണി നമുക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത് അല്ലെ? അതുപോലെയാണ് ഓരോ ഉദാഹരണങ്ങളും പറഞ്ഞ് ഓരോ നല്ല നല്ല വാക്കുകൾ പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നേ? അപ്പോ നിന്റെ സങ്കടം, നീ അസ്വസ്ഥനായ ഇത് നീ ഒഴിവാക്കണം. മക്കൾ മരിച്ച ദുഃഖത്തിൽ അസ്വസ്ഥനായ ധൃതരാഷ്ട്രനെ സാന്ത്വനിപ്പിക്കുകയാണ് അല്ലെ അവിടെ വിതുരർ ചെയ്യുന്നത്. അപ്പൊ എന്താ പറഞ്ഞേ? പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നുടൻ കൂടുമൊരു നേരം അല്ലെ? ഓരോ കഥയും പറഞ്ഞു രസിച്ചവർ പാരം മഴ താൻ വെയിൽ താനിരുട്ടുതാൻ അല്ലെ? പിന്നെന്താ പറഞ്ഞേ? അപ്പൊ അവിടെ വരെ നമുക്ക് വായിച്ചു പഠിക്കണം. ഒന്നുകൂടി വായിക്കാം നമുക്ക്. നമ്മൾ ഇന്നെടുത്ത ഭാഗം. മുമ്പിലിവിടെ കഥ ഒന്ന് മാർക്ക് ചെയ്യട്ടെ. ഇന്നെടുത്ത ഭാഗം ഓർമ്മിക്കണേ മക്കളെ, മോനെ. ഓക്കെ. അപ്പോ മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലം അമ്പൊടു വന്നതെന്നേതും അറിഞ്ഞില്ല. പോകുന്നതിന്നെവിടേക്കതോർക്ക നീ ചാകുന്ന കാര്യമില്ലെന്നോ തോന്നുന്നു. നിന്നുടെ മക്കളോ പണ്ടിവരോർക്ക നീ ഇന്നീ നിനക്കവർ മക്കളായി മേവുമോ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നുടൻ കൂടുമൊരു നേരം. ഓരോ കഥയും പറഞ്ഞു രസിച്ചവർ പാരം മഴ താൻ വെയിൽ താനിരുട്ടുതാൻ. ഇത്ര വരെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ ഇന്ന് 1 2 3 4 1 2 3 4 ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് 10 ലൈൻസ് ആയി ഇപ്പോ അല്ലേ? ഓക്കെ, ഒന്നുകൂടി പാടാ.
അപ്പൊ ആ ഒരു ആദ്യം 4 ലൈൻസ് നമ്മൾ ഇന്ന് പഠിച്ച ഭാഗം മറ്റേതുപോലെ നമുക്ക് തറവാവണ്ടേ? ഓക്കെ, ഒന്നുകൂടി പാടാം. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലം അമ്പൊടു വന്നതെന്നേതുമറിഞ്ഞില്ല, പോകുന്നതിന്നെവിടേക്കതോർക്ക നീ, ചാകുന്ന കാര്യമില്ലെന്നു തോന്നുന്നു. നിന്നുടെ മക്കളോ പണ്ടിവരോർക്ക നീ, ഇന്നീ നിനക്കവർ മക്കളായി മേവുമോ? പാന്തർ പെരുവഴി അമ്പലം തന്നിലെ, താന്തരായി വന്നുടൻ കൂടുമൊരു നേരം. ഓരോ കഥയും പറഞ്ഞു രസിച്ചവർ, പാരം മഴ താൻ വെയിൽ താനിരുട്ടുതാൻ. അല്ലേ? പഠിച്ചോ വായിക്കാൻ? ഓക്കെ, ഒന്ന് വായിച്ചു മോനെ, വായിച്ചു നോക്കിയേ കിട്ടുന്നുണ്ടോന്ന്. ആദ്യം പോലെ വായിച്ചു. കാലചക്രഭ്രമം പാർത്തു കണ്ടാലൊരു കാലവും ദുഃഖിപ്പതിനില്ല കാരണം. ജീർണവസ്ത്രം കളഞ്ഞ അമ്പോടു മനുഷ്യ പൂർണ്ണശോഭം നവവസ്ത്രം ധരിച്ചിടും. ജീർണദേഹം കളഞ്ഞ അമ്പോടു ദേഹികൾ പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. നിത്യമല്ലേതുമേ ദേഹാദികളിത്, നിത്യനാകുന്നത് നിശ്ചയമീശ്വരൻ. ചത്തും പേരെന്നു മരിക്കുമീ ജന്തുക്കൾ, ചിത്തേ സുഖ ദുഃഖമെന്തിനതി, ചിത്തേ സുഖ ദുഃഖമെന്തിനതിന്നഹോ എന്നു തുടങ്ങിയതെന്നുമറിഞ്ഞതി, ഇല്ലെനി മാറുന്നതെന്നുമറിഞ്ഞില്ല. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാല അമ്പോടു വന്നതെന്നുമറിഞ്ഞില്ല, പോകുന്നതിന്നെവിടേക്കതോർക്ക നീ, ചാകുന്ന കാര്യം ഇനി നീ മക്കളായി മേവുമോ? പന്തർ പെരുവഴി അമ്പലം നിന്നിലെ, താന്തരായി വന്നുടൻ കൂടുമൊരു നേരം. ഓരോ കഥയും പറഞ്ഞു രസിച്ചവർ, പാരം മഴ താൻ വെയിൽ താൻ ഇരുട്ടുതാൻ. ഓക്കെ, ഇനി ആ 2 ലൈൻസും കൂടെ പറയാം. അപ്പൊ നമുക്ക് എത്രയായി? 12. ഇന്ന് നമ്മൾ 10 എടുത്തു അല്ലേ? 2 ലൈനും കൂടി എടുക്കാം, 12 അല്ലേ? ഓക്കെ, അപ്പോ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ, താന്തരായി വന്നുടൻ കൂടുമൊരു നേരം. ഓരോ കഥയും പറഞ്ഞു രസിച്ചവർ, പാരം മഴ താൻ വെയിൽ താനിരുട്ടുതാൻ. പോവോളമൊന്നിച്ചിരുന്നാൽ ഓരോ വഴി, പോവാരവരവർ മുമ്പു പിമ്പെന്തിതിൽ. അല്ലെ, എന്താ പറഞ്ഞേ? ഓരോ പാന്തർ പെരുവഴി അമ്പലം തന്നിൽ കൂടുന്ന പോലെ തന്നെയാണ് നമ്മള് വീട്ടിലുള്ളവരും, അല്ലെ, ബന്ധുക്കളും നമ്മുടെ മക്കളും ഒക്കെ. എന്ത്, കുറച്ച് സമയത്തേക്ക് നമ്മൾ ഒത്തുകൂടുന്നു, പിന്നീട് പിരിഞ്ഞു പോകുന്നു, അല്ലെ? അതുപോലെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് എന്ത് പറയും? ഓരോ കഥയും പറഞ്ഞു രസിച്ചവർ, പാരം മഴ താൻ വെയിൽ താനിരുട്ടുതാൻ. ആ സമയത്ത് എന്തൊക്കെ ഉണ്ടാകുന്നത്? കഥ പറഞ്ഞു രസിക്കുന്നു, മഴ പെയ്യുന്നു, വെയിൽ വരുന്നു, ഒക്കെ മറിഞ്ഞു പോകുന്നു, അല്ലെ? പോവോളം ഓരോ വഴി, പോവോളം ഒന്നിച്ചിട്ട് ഇരിക്കും, അല്ലെ? അതൊക്കെ പറഞ്ഞ് രസിക്കുന്ന സമയത്ത് അവിടെ ഒന്നിച്ചിരുന്നു. പിന്നെയോ ഓരോ വഴി, പോവോരവരവർ മുമ്പു പിമ്പെത്തിതിൽ. അപ്പൊ ചിലവർ മുമ്പെത്തിയവരായിരിക്കും, ചിലവർ പിന്നീട് എത്തിയവരായിരിക്കും, അല്ലെ? അപ്പൊ ഓരോരാളും അതൊക്കെ കഴിഞ്ഞിട്ട് ഓരോരാൾ ഓരോ വഴിക്ക് യാത്ര ചെയ്യുന്നു, അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളും നമ്മുടെ ബന്ധുക്കളും ഒക്കെ, അല്ലെ? അവര് എന്താ പറയാ, നമ്മുടെ കൂടെ കഴിയേണ്ട സമയത്ത് അവർ നമ്മുടെ കൂടെ ഉണ്ടായി, അതിനുശേഷം അവർ പോയി, അല്ലെ? മരിച്ചാലും അതിന് ദുഃഖിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ സംഭവ്യമാണ് എന്നാണ് പറയുന്നത്, അല്ലെ? ഓക്കെ, അപ്പൊ അത്ര വരെ നമുക്കിന്ന് വേണ്ടു. അപ്പൊ ഒന്നുകൂടി നമുക്ക് 2 പേർക്കും അവിടം വരെ വായിക്കാം. മോൻ അവിടുന്ന് വായിച്ചോ. കാലചക്രഭ്രമം പാർത്തു കണ്ടാലൊരു കാലവും ദുഃഖിപ്പതിനില്ല കാരണം.
ജീർണവസ്ത്രം കളഞ്ഞമ്പൊടുമാനുഷർ പൂർണ്ണശോഭം നവവസ്ത്രം ധരിച്ചിടും. ചീർണദേഹം കളഞ്ഞമ്പൊടു ദേഹികൾ പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. നിത്യമല്ലേതുമേ ദേഹാദികളിതു നിത്യനാകുന്നത് നിശ്ചയമീശ്വരൻ. ചത്തും പിറന്നും ഇരിക്കുമീ ജന്തുക്കൾ ചിത്തേ സുഖദുഃഖമെന്തിനതിന്നഹോ എന്നു തുടങ്ങിയതെന്നു മറിഞ്ഞതില്ലെന്നിനി മാറുന്നതെന്നു മറിഞ്ഞില്ല. മുമ്പിലിവിടേക്കെവിടെ നിന്നിക്കാലമമ്പൊടു വന്നതെന്നേതു മറിഞ്ഞില്ല. പോകുന്നതിന്നിവിടേക്കതോർക്ക നീ ചാകുന്ന കാര്യമില്ലെന്നു തോന്നുന്നു. നിന്നുടെ മക്കളോ പണ്ടിവേരോർക്ക നീ ഇന്നീ നിനക്കവർ മക്കളായി മേവുമോ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നുടൻ കൂടുമൊരു നേരം. ഓരോ കഥയും പറഞ്ഞു രസിച്ചവർ പാരം മഴ താൻ വെയിൽ താനിരുട്ടുതാൻ. പോവോളമൊന്നിച്ചിരുന്നാലോരോ വഴി പോവോരവരവർ മുമ്പു പിമ്പെത്തിതിൽ. അത്ര വരെയാണ് നമ്മൾ പഠിച്ചത്. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ആ ലാസ്റ്റ് 4 ലൈൻസ് ഒന്നുകൂടി വായിച്ചോ ഷോണെ. അതായത് ഓരോ കഥയും പറഞ്ഞു രസിച്ചവർ പാരം മഴതാൻ വെയിൽ താൻ ഇരുട്ടുതാൻ. പോവോളം ഓരോ വഴി പോവോരവർ മുമ്പു പിമ്പെത്തിതിൽ. മുമ്പു പിമ്പെന്തിതിൽ അല്ലെ. പോവോളമൊന്നിച്ചിരുന്നാൽ ഓരോ വഴി. പോവോളം എന്ത് ചെയ്തു? ഒന്നിച്ചിരുന്നു. പക്ഷെ ഇരുന്ന് എല്ലാം ചെയ്താലും ഓരോ വഴിയാണ് അല്ലെ പോകുമ്പോ. പോവോരവരവർ മുമ്പു പിമ്പെന്തിതിൽ. മുമ്പും പിമ്പൊന്നുമില്ല, അവർക്ക് എല്ലാരും വെവ്വേറെ സ്ഥലത്തേക്ക് പോവും അല്ലേ. ഓക്കെ, അത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇനി അടുത്ത ദിവസം വരുമ്പോഴേക്ക് നല്ലതുപോലെ അത്ര വരെ വായിക്കണം കേട്ടോ മോനെ. ഓക്കെ, അപ്പോ ഇനിയിപ്പം അത്രയേ ഉള്ളൂ. എത്ര വരെയുണ്ട്? ഇനി 12. ഓക്കെ, അപ്പൊ ഇനി ഒരു 12 ലൈനും കൂടി ഉണ്ട്. അടുത്തൊരു ക്ലാസ്സോട് കൂടി നമുക്കത് തീർക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോ എന്താ പറയാ, നമ്മുടെ ഈ കവിത ആരുടേതാണെന്നാ പറഞ്ഞേ? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ആണ്. ഇതെന്താണ് ഇവിടെ സന്ദർഭം? എന്താണ്? മക്കള് മരിച്ച ദുഃഖത്താൽ അസ്വസ്ഥനായ ധൃതരാഷ്ട്രയെ വിതുരര് ആശ്വസിപ്പിക്കുന്നതാണ് ഈ സന്ദർഭം അല്ലെ, ഈ കവിതയുടെ സന്ദർഭം. അപ്പൊ നമ്മള് അതിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. ഓക്കെ, കേശോനെ ബൈ. ബൈ മിസ്. ഓക്കെ, ബൈ. See you.